إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ ദിനങ്ങളിലൂടെയാണ് വിശ്വാസികളായ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജിഹാദിനേക്കാൾ കൂലി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച ദിനങ്ങളാണ് ഈ ദിനങ്ങളിലെ ഓരോ കർമ്മങ്ങൾക്കുമുള്ളത്. അല്ലാഹു അതിന്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്നു. നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. കഴിഞ്ഞ ഖുതുബകളിലൂടെ ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട്
വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് നമ്മുടെ മക്കൾ. ചില സ്കൂളുകളൊക്കെ തുറന്നു. പൊതുവിൽ മുസ്ലിം ഉമ്മത്തിലെ രക്ഷിതാക്കളൊക്കെ ഭൗതിക വിദ്യാഭ്യാസപരമായി ഉയർന്നു ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ ഭൗതിക തലത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയേണ്ടതില്ലാത്ത വിധം പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ഈ വിഷയത്തിലെ ഉത്ബുദ്ധരാണ്. എന്നാൽ ചില ആളുകളുടെ വിദ്യാഭ്യാസത്തിലെ നിലപാടുകൾ കാണുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകണമെന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അതൊരിക്കലും ഇസ്ലാമിന് വിരുദ്ധമായ മതവിരുദ്ധമായ കാര്യമല്ല. ദുനിയാവ് നല്ലതായിരിക്കണമെന്നൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മതത്തിൽ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ദുനിയാവ് മാത്രം മതി എന്ന നിലപാടാണെന്ത് അപകടകരമായിട്ടുള്ള നിലപാട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദുനിയാവും ആഖിറവും ഒരുമിച്ച് അല്ലാഹുവിനോട് തേടാനാണ് അല്ലാഹു തആല കൽപ്പിച്ചത്. എന്നാൽ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാണ്, ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. അവർ പറയും, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, റബ്ബനാ ഞങ്ങൾ റബ്ബേ ആതിനാ ഫിദ്ദുനിയാ, ഞങ്ങൾക്ക് ദുനിയാവിൽ നീ നൽകണേ അല്ലാഹ്, ഇഹലോകത്തിൽ നീ നൽകണേ അല്ലാഹ്, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അവർക്ക് പരലോകത്തൊരു ഓഹരിയും അവർക്ക് ഉണ്ടാകൂല. അഥവാ ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകൾ, ദുനിയാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ചില ആളുകൾ, ദുനിയാവിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്നു, ദുനിയാവിന് വേണ്ടി മാത്രം ഓടുന്നു, ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് പരലോകത്ത് ശൂന്യമായിരിക്കുമെന്നാണ് അല്ലാഹു തആല സഹോദരങ്ങളെ പഠിപ്പിച്ചു. സൂറത്തു ബഖറയിലെ 200 മുതലുള്ള ആയത്താണ്. ശേഷം അല്ലാഹു തആല പറയുന്നത്, വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വമിൻഹും മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ദുനിയാവിലെ ഞങ്ങൾക്ക് നീ നല്ലത് നൽകണേ. അതേപോലെ വഫിൽ ആഖിറതി ഹസന, പരലോകത്തും ഞങ്ങൾക്ക് നല്ലത് നൽകണേ അല്ലാഹ്, വഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണേ അല്ലാഹ്. ദുനിയാവില് നല്ലത് തരണം, പരലോകത്തും നല്ലത് തരണം, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. അത്തരം ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ശേഷം അല്ലാഹു പറയാ, ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ വല്ലാഹു സരീഉൽ ഹിസാബ്. അക്കൂട്ടർക്ക് അവർ സമ്പാദിച്ചത് നിമിത്തം ഒരു വമ്പിച്ച വിഹിതം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്നു. അല്ലാഹു ആകട്ടെ സരീഉൽ ഹിസാബ്, വളരെ വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ദുനിയാവിലെ പ്രിയമുള്ളവരെ നല്ലത് തരണേ എന്ന് പ്രാർത്ഥിച്ച്
നല്ല വിശ്വാസവും നല്ല ദീനും നല്ല മതബോധവും കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം നല്ല ഉപജീവനം, നല്ല ഭൗതികമായ വിഭവങ്ങളൊക്കെ പടച്ചറപ്പിനോട് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റും. ദുനിയാവും ചോദിക്കണം, കൂടെ പരലോകം പടച്ചറപ്പിനോട് ചോദിക്കുന്നതാണ്. ഈ ദുനിയാവിനെ പൂർണ്ണമായും മറന്നുകൊണ്ട് പരലോകത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതല്ല. പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നതിന്റെ കൂടെ ദുനിയാവിലെ വിഭവങ്ങളും ദുനിയാവിലെ നന്മകളൊക്കെ പരമാവധി നമ്മൾ ആസ്വദിക്കും. നമ്മൾ നേരെ തിരിച്ചു, ദുനിയാവിലെ ആസ്വാദനത്തിന്റെ കൂടെ പരലോകം കാണുക. പരലോകം ആസ്വദിക്കുന്നതിന്റെ ഒപ്പം അതിനോട് ചേർത്തിട്ടാണ് ദുനിയാവിൽ നമ്മൾ കാണേണ്ടത്. അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് രണ്ട് ലക്ഷ്യബോധങ്ങളാണ് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മക്കൾക്ക് പ്രിയമുള്ളവരെ നമ്മളൊക്കെ കൊടുക്കേണ്ടത്. ഒന്നും തരങ്ങളിൽ പരമമായ ലക്ഷ്യം അത് നമ്മുടെ മക്കളുടെ പരലോക വിജയം മാത്രമാണ്. ഒരു ലക്ഷ്യം നമ്മുടെ മക്കളുടെ മനസ്സിൽ കൃത്യമായി നമ്മൾ നട്ടുപിടിപ്പിക്കുന്നിടത്ത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും വലിയ തോൽവിയാണ്, ദുരന്തം. ഒരു സംശയമല്ല. മരണാനന്തരം ജീവിതമുണ്ടെന്നും ആ ജീവിതമാണ് ഏറ്റവും വലിയ ജീവിതമെന്നും അവിടുത്തെ വിജയമാണ് ഏറ്റവും വലിയ വിജയമെന്ന് നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ കുഞ്ഞുമകനെ വിളിച്ചുകൊണ്ട് ഉണർത്തിയ ഒരു ഉപദേശം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. കുഞ്ഞുമോനെ സ്വന്തം മകനെ വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചിട്ട് ഒരു ബാപ്പ തന്റെ മകന് കൊടുക്കുന്ന ഉപദേശം നോക്കി. ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ فتكن في صخرة أو في السماوات أو في الأرض يأت بها الله. നിശ്ചയമായും ഒരു കാര്യം അതൊരു കടകമണിയുടെ തൂക്കമുള്ളതായിരുന്നാലും, അത്ര തൂക്കമുള്ള ഒരു കാര്യമാണെങ്കിലും, എന്നിട്ട് അതൊരു പാറക്കല്ലിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയായിരിക്കും ചെയ്താലും അല്ലാഹു തആല ആ കാര്യത്തെ അല്ലാഹു കൊണ്ടുവരുന്നു. ഇത് തന്റെ മകനെ കൃത്യമായി സഹോദരങ്ങളെ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അഥവാ ഭൂമിയിലോ പാറക്കുള്ളിലോ ആരും കണ്ടില്ല എങ്കിലും നാം ചെയ്യുന്ന ഏതൊരു കാര്യവും അല്ലാഹു തആല പരലോകത്ത് കൊണ്ടുവരുന്നു. ഈ ഒരു ബോധം മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ജീവിച്ചാലും അവനൊരു യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ട് സഹോദരങ്ങളെ ജീവിക്കുന്ന അർത്ഥം. എന്റെ നാട്ടുകാരോ എന്റെ കൂട്ടുകാരോ ഇല്ലാത്തൊരു ഹോസ്റ്റൽ മുറിയിൽ, എന്റെ രക്ഷിതാക്കൾ കാണാനില്ലാത്ത, അധ്യാപകരറിയാത്ത ഈ യാത്രാവേളയിൽ എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. ഞാൻ പറയുന്ന ഓരോ വാക്കും എന്റെ റബ്ബ് കേൾക്കുന്നുണ്ട്. ഞാൻ എന്റെ കൈകളിലോ എന്റെ ചുണ്ടിലോ വെക്കുന്ന ലഹരിയുടെ അംശം എന്റെ റബ്ബ് കാണുന്നുണ്ട്. ഞാൻ എവിടെ തനിച്ചായാലും ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ എന്റെ റബ്ബ് സദാ ഉണ്ട് എന്ന ബോധമാണ് നമ്മുടെ മക്കൾക്ക് അടിസ്ഥാനപരമായി സഹോദരങ്ങളെ നമ്മളൊക്കെ കൊടുക്കേണ്ട ചിന്ത. ഇതാണ് രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഒന്നാമതായി നാം നമ്മുടെ മക്കൾക്ക് നൽകേണ്ട ലക്ഷ്യബോധം. ഇവിടെ പരാജയപ്പെടുന്നിടത്താണ് നമ്മുടെ മക്കളൊക്കെ എന്ത് ചെയ്യാ, വഴിവേച്ചു പോകും. രണ്ടാമത്തെ കാര്യങ്ങൾ ദുനിയാവിലെ എങ്ങനെയാകണമെന്ന കൃത്യമായ ധാരണ നമ്മുടെ മക്കൾക്ക് സഹോദരിമാരെ നമ്മൾ കൊടുക്കണം. നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തില് ഒരുപാട് മുന്നേറിയെന്ന് അവകാശപ്പെടുകയും ഭൂരിഭാഗം ആളുകൾ എങ്ങനെയാണ് കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലാതെയാണ്, ലക്ഷ്യബോധമില്ലാതെയാണ് പല ആളുകളും പല കോഴ്സുകളും തിരഞ്ഞെടുക്കുന്നത്. അധിക ആൾക്കാരും ഒരു ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ നീങ്ങുന്ന ചില ആളുകളാണ്.
എന്താണ് പഠിക്കണമെന്നോ എന്തിനാണ് പഠിക്കണമെന്നോ വിദ്യാർത്ഥികൾക്ക് അറിയാത്തൊരവസ്ഥ, രക്ഷിതാക്കൾക്ക് പോലും എന്താണ് തന്റെ മക്കളെ പഠിപ്പിക്കേണ്ടത് എന്നൊരു ബോധമില്ലാത്തൊരവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട്. എവിടെയാ പഠിക്കേണ്ടത്? എങ്ങനെയാ പഠിക്കേണ്ടത്? ഈ ഒരു കാലഘട്ടത്തിൽ ഏതൊരു കോഴ്സ് എടുത്താലാണ് എന്റെ മകന് വിജയിക്കാൻ പറ്റുക? ഇതിലൊന്നും കൃത്യമായൊരു ധാരണ പലപ്പോഴും പല ആളുകൾക്കില്ല. ഒഴുക്കിനനുസരിച്ച് നീന്തെന്ന് പറഞ്ഞ ചില വിദ്യാർത്ഥികളൊക്കെ ചില കോഴ്സുകളെ തിരഞ്ഞെടുക്കാറ്. തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കും. മോന്റെ കൂടെ നിൽക്കാനും മോന്റെ കൂടെ കളിക്കാനൊക്കെ ആ ഒരു ഉദ്ദേശത്തിൽ എന്ത് ചെയ്യും? ഓനും അതേ കോഴ്സിലേക്കാണ് പോയി ചേരുക. തന്റെ സുഹൃത്തിന് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ബോധമുണ്ട്, ആ ഒരു വിഷയത്തോട് ആ ഒരു കോഴ്സിനോടുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കൾ തിരഞ്ഞെടുത്തത്. ഇവൻ തിരഞ്ഞെടുത്തത് എന്തിനാ? ഓന്റെ കൂടെ നിൽക്കാനാണ്. ഇവനക്ക് അതിനെ കുറിച്ച് ലക്ഷ്യബോധമില്ല. ഡോക്ടറാകാൻ ആഗ്രഹിക്കാത്ത ഒരാൾ ഡോക്ടറാകാൻ ചെന്ന് എങ്ങനെ ഉണ്ടാവും? അത് കൃത്യമായ ഒരു പ്ലാനിങ് സഹോദരങ്ങളെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും ആ ഒരു കാര്യത്തില് കൃത്യമായ ബോധം വേണം. SSLC കഴിഞ്ഞ് അടുത്തൊരു ഭാഗം തിരഞ്ഞെടുക്കും. അതിനുശേഷം ഏത് കോഴ്സാണ് എടുക്കേണ്ടത്? +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരണം. അവിടെ ഏത് കോഴ്സാണ് എനിക്ക് പറ്റുക? അത് കൃത്യമായി ആലോചിച്ചു വേണം ചെയ്യാൻ. മലയാളികൾക്ക് പോലും കൃത്യമായൊരു ധാരണയില്ലാത്തൊരവസ്ഥ ഇന്നും ഈ വിഷയത്തിലുണ്ട്. ഈ സമയത്ത് എന്ത് പഠിക്കണം, എന്ത് പഠിച്ചാലാ ഉപകാരമുള്ളത്? ഇപ്പൊ AI കാലഘട്ടം. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അനുയോജ്യമാകുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കാൻ പറ്റണം. അത് മനസ്സിലാക്കാൻ സംവിധാനങ്ങളുണ്ട്, കരിയർ ഗൈഡൻസ് സെന്ററുകളുണ്ട്. കൃത്യമായി ധാരണയില്ലാത്ത കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. അത്തരം സംവിധാനങ്ങളുള്ള ഒരു കാലഘട്ടത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ മാസാമാസം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പണം ചോദിക്കുമ്പോൾ, പൈസ ചോദിക്കുമ്പോൾ പോക്കറ്റിൽ ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന രക്ഷിതാവായി മാത്രം നമ്മൾ മാറരുത്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എന്റെ മകനും എന്റെ കുടുംബത്തിനും ഈ സമുദായത്തിനും ഗുണം ചെയ്യുന്ന ഏതൊരു കോഴ്സാണ് ഞാൻ എടുക്കേണ്ടത്, എന്റെ മക്കൾക്ക് എടുത്തു കൊടുക്കേണ്ടതെന്ന് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ കൂടിയാലോചിച്ചു വേണം കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ. കാരണം അവന്റെ അല്ലെങ്കിൽ അവളുടെ ആയുസ്സിന്റെ ഏറ്റവും വിലപ്പെട്ട 5 വർഷമാണ് സഹോദരങ്ങൾ അതിനുവേണ്ടി അവർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തൊരു കാര്യം തരും. മൂന്നാമത്തത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശ്രദ്ധിക്കണം. നല്ലൊരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതോടൊപ്പം നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനവും തിരഞ്ഞെടുക്കാൻ പറ്റും. ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഒരു ഒഴുക്കിനനുസരിച്ച് നീങ്ങുകയാണ്. ചില ആളുകൾക്ക് വലിയ സംഖ്യ ഡൊണേഷൻ കൊടുത്തുകൊണ്ട് മക്കളെ കൊണ്ട് ഹോസ്റ്റലിലും കോളേജിലൊക്കെ ആക്കും. പക്ഷെ ജുമക്ക് നിസ്കരിക്കാനൊരു സൗകര്യം ആ നാട്ടിലുണ്ടാവില്ല. വലിയ ഡൊണേഷൻ കൊടുക്കുന്നു, ജുമാ നിസ്കരിക്കാനും ഒന്ന് പള്ളിയിൽ പോയി ജമാഅത്തിന് പങ്കെടുക്കാനുള്ള സൗകര്യം പോലും ഉണ്ടാവില്ല. ചില വിദ്യാർത്ഥികളൊക്കെ അനുഭവം പറയുന്നത് അവരനുഭവം പറയുന്നുണ്ട്. ജുമാ നിസ്കരിക്കാന് ക്യാമ്പസിന്റെ മതിൽ ചാടിയാണ്ട് ഞങ്ങൾ ജുമക്ക് പോയ അവസ്ഥ എന്തെന്നുണ്ട്. അത്തരം സ്ഥാപനത്തിലൊക്കെ പഠിക്കാൻ പറ്റുമെന്നുള്ളതിനെ കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ജമാഅത്ത് ജുമയെങ്കിലും നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അപ്പൊ ആ നിലക്കൊക്കെ കൃത്യമായി നമ്മൾ ആലോചിക്കുക. നമ്മളൊരു പക്ഷേ സ്ഥാപനത്തിന്റെ ഭൗതികമായ നേട്ടങ്ങളെ കുറിച്ചും ആ ഒരു കോഴ്സ് അവൻ കംപ്ലീറ്റ് ചെയ്താൽ ആ സർട്ടിഫിക്കറ്റിന്റെ മൂല്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും. ആ കോഴ്സ് അവൻ കംപ്ലീറ്റ് ആക്കുന്നതിന്റെ ഇടയിൽ മരിച്ചുപോയ ഒരു അവസ്ഥ എന്തായിരിക്കും? അവന്റെ പരലോകത്തെ അവസ്ഥ എന്തായിരിക്കും? പല ആളുകളും ആ നിലയ്ക്ക് സഹോദരിമാരെ ചിന്തിക്കുന്നില്ല. യഥാർത്ഥ മുസ്ലിമായി കൊണ്ട് ഒരു സ്ഥാപനത്തിൽ ഞാൻ ചേർന്നാല്, ഒരു ഹോസ്റ്റലിൽ പോയി ഞാൻ നിന്നാല് ഒരു യഥാർത്ഥ മുസ്ലിമായി കൊണ്ട് ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? 5 നേരത്തെ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഭവനം ഒരു ജുമയിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ആ സ്ഥാപനത്തിലുണ്ടോ?
അള്ളാഹുവിന്റെ ദീന പഠിക്കാനുള്ള സംരംഭങ്ങള് ആ നാട്ടിലുണ്ടോ? ആഴ്ചയില് ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകൾ നടക്കുന്ന മഹല്ലുകൾ നമ്മുടെ മഹല്ലിൽ നടക്കുന്നുണ്ട്. ഖുർആൻ ഹദീസ് ക്ലാസ്സുകൾ, സിആർഇ ക്ലാസ്സുകളുണ്ട്. ഇതൊക്കെ മക്കൾക്ക് ദീന പഠിക്കാൻ പറ്റുന്ന സംരംഭങ്ങളാണ്. അത്തരം സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളില് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം? നമ്മൾ കൊണ്ടുപോയി ചേർക്കണം. ക്യാമ്പസില് ഹോസ്റ്റൽ മുറിയുണ്ട്. സൗജന്യമായി ഹോസ്റ്റൽ ലഭിച്ചിട്ടും ഒരുപാട് പണം ചെലവാക്കിയാണ്ട് എന്റെ മകന് ദീന് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ ആ നാട്ടിലെ പള്ളിയുടെ അടുത്ത് ആ മകന് റൂം എടുത്തു കൊടുക്കുന്ന രക്ഷിതാക്കൾ നമുക്കറിയാം. മക്കളെ ദീന ഉദ്ദേശിക്കുന്നത് എല്ലാ സൗകര്യവും ഹോസ്റ്റലിലുണ്ട്. ഹോസ്റ്റൽ ഫ്രീ ആണ്. എന്നാലും എന്റെ മക്കൾക്ക് ദീന കിട്ടണം എന്നുള്ള ഉദ്ദേശത്തില് പള്ളിയുടെ അടുത്ത് റൂം എടുത്തു കൊടുക്കുകയാണ്. അള്ളാഹു അത്തരം രക്ഷിതാക്കൾക്ക് അള്ളാഹു നല്ല അനുഗ്രഹം പ്രദാനം ചെയ്യുന്നു. ഇടക്കിടക്ക് പ്രിയമുള്ളവരെ, മനസ്സിലേക്ക് ദീനും അറിവും ഉത്ബോധനങ്ങളും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സറിയാതെ വഴിമാറി സഞ്ചരിക്കും. കോളേജിലൊക്കെ പോയി ഒരു മാസം കഴിയുമ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ അവന്റെ മുടിയുടെ കോലം മാറും. അതുവരെ നെരിയാണിക്ക് വസ്ത്രം ധരിച്ചിരുന്നവന്റെ പാന്റ് നെരിയാണിക്ക് താഴെ പോകാൻ തുടങ്ങും. നമ്മൾ കൈപിടിച്ച് കൊണ്ടാക്കിയ നമ്മുടെ മക്കള് പിന്നെ തിരിച്ചു വരെ വേറൊരു പ്രൊഡക്റ്റ് ആയിട്ടേക്കാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. വെല്ലുവിളി നിറഞ്ഞൊരു കാലഘട്ടത്തെ സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മുടെ മക്കൾ ജീവിക്കുന്നു. ഇന്ന് വിദ്യാർത്ഥി സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. ലഹരിയിലും മോശമായ ക്യാമ്പസ് രാഷ്ട്രീയത്തിലും ഇന്ന് വിദ്യാർത്ഥികൾ പ്രതികളായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയുണ്ട്. ഒരു ഗ്രാമിന് 50,000 മുതൽ 10,000 വിലയുള്ള MDMA വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഒരു ഗ്രാമിന് അതിലേറെ വലിയ പ്രശ്നം തരങ്ങൾ 5,000-ന്റെ MDMA നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഡേഞ്ചറാണ് നമ്മുടെ മക്കളുടെ വിശ്വാസം നഷ്ടപ്പെടാന്ന് പറഞ്ഞത്. അതാണ് ഏറ്റവും പ്രാധാന്യം. പല വിദ്യാർത്ഥികളും ക്യാമ്പസില് ചെന്നുകാട് പിന്നെ ലിബറൽ ചിന്തകൾ പേറി, യുക്തിവാദമെന്ന യുക്തിരഹിത വാദം പേറി നടക്കാണ് ചില വിദ്യാർത്ഥികൾ. ചോദിക്കണം എന്താ നിങ്ങൾ? എല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടാവാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ പിന്നാലെ സൃഷ്ടിച്ചത്, ആ ദൈവത്തെ പിന്നാലെ സൃഷ്ടിച്ചു. ഏറ്റവും മണ്ടൻ ചോദ്യം ചോദിക്കുന്നത് വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്നാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കൾക്ക് കൃത്യമായ ദൈവബോധവും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അവരുടെ മനസ്സിലേക്ക് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം. മക്കൾക്ക് 18 വയസ്സ് കഴിഞ്ഞാല് ഞാനൊരു സ്വതന്ത്രനാണെന്നുള്ള ചിന്തയാണ് ഇപ്പോ. പിന്നെ ഞാൻ സ്വതന്ത്രനായി, പിന്നെ ആരെയും അനുസരിക്കേണ്ട ആവശ്യമില്ല. ദൈവം എന്നൊക്കെ പറഞ്ഞാല്, അള്ളാഹ് എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ കേവലം ഒരു സങ്കല്പമാണ് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ഇന്ന് വിദ്യാർത്ഥികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം സഹോദരങ്ങളെ നമ്മൾ പകർന്നു കൊടുക്കണം. 5 വയസ്സിന് നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടത് 5 വയസ്സിന് കിട്ടണം. 7 വയസ്സായാൽ നിങ്ങളുടെ കുട്ടികളെ നിസ്കാരം ശീലിപ്പിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞ എന്തിനാ? 10 വയസ്സായിട്ടുള്ള ശീലം തുടങ്ങേണ്ടത്, ശീലിപ്പിക്കേണ്ടത് 7 വയസ്സിനത് തുടങ്ങണം. അത് പ്രവാചകൻ വെച്ച കണക്കാണ്. അതാ സമയത്ത് കൃത്യമായി നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ 10 വയസ്സാകുമ്പോഴുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. മക്കൾക്ക് ദീന് പകർന്നു കൊടുക്കുക. സിആർഇ ക്ലാസുകള് ഇൻഷാ അല്ലാഹ് ഈ മഹല്ലിൽ ആരംഭിക്കുന്നുണ്ട്. ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകള് ഇവിടെ തുടങ്ങുന്നുണ്ട്. അതിലൊക്കെ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഉണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തും. പഠിക്കാനുള്ള, ദീന് പഠിക്കാനുള്ള സംരംഭങ്ങളിൽ നമ്മുടെ മക്കളെ നമ്മൾ സജീവരാക്കുക. ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നല്ല വിശ്വാസിനികൾ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഇരിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ.
وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് ദീന് പഠിക്കാനുള്ള ഏറ്റവും നല്ല സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ മദ്രസ. മദ്രസ വിദ്യാഭ്യാസം ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ മക്കൾക്ക് നൽകാൻ നമ്മളൊക്കെ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. മദ്രസ എന്ന് പറഞ്ഞാല് അതാത് മദ്രസയിലെ അധ്യാപകന്മാരുടെയോ കമ്മിറ്റിക്കാരുടെയോ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല. അത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അത് ഉന്നതിയിലെത്താനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും സഹോദരങ്ങളെ ഉണ്ടാവണം. ദീന് പഠിക്കുന്നവർക്കും അത് പഠിപ്പിക്കുന്നവർക്കും അത് പഠിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുന്ന ആളുകൾക്ക് വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല ഓഫർ ചെയ്തത്. നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി പോലും പ്രവാചകൻ പറയുന്നത് ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ള സർവ്വജീവജാലങ്ങളും അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ദീന് പഠിക്കുക, അത് പഠിപ്പിച്ചു കൊടുക്കുക. എത്രയെന്നറിയ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾ വരെ ഒരു പണ്ഡിതന് വേണ്ടി ദീന് പഠിപ്പിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാടത്തിലെ ഉറുമ്പുകൾ പോലും അവരുടെ ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അധ്യാപകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദീന് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. അല്ലാഹുവേ, എന്റെ ദീൻ എനിക്ക് നന്നാക്കി തരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. നമുക്ക് സുരക്ഷയാകുന്ന നമ്മുടെ ദീനിനെ നന്നാക്കി തരണമെന്നുള്ള പ്രാർത്ഥന. ആ ഒരു പ്രാർത്ഥന പ്രിയമുള്ളവർ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം. ദീന് മുറുകെ പഠിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിന്റെ അവലംബവും സുരക്ഷയുള്ളത്. ഒരു കുട്ടി വളർന്നു വരുമ്പോ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയണമെങ്കിൽ ആ മക്കൾ നല്ല ദീനുള്ളവരായിട്ട് മാറണം. നല്ല ദീനാ മക്കൾക്ക് ഉണ്ടാവണം. വാർദ്ധക്യകാലത്ത് നമ്മുടെ മക്കൾ നമ്മളെ പരിചരിക്കുമെന്നാണ്, നമ്മളെ സംരക്ഷിക്കുമെന്ന് നമ്മുടെയൊക്കെ പ്രതീക്ഷയുള്ളത്. ഒന്നിനും കഴിയാത്തൊരവസ്ഥയില് ആ മകളുടെ ഒരു തലോടല് പ്രിയപ്പെട്ടവർ നമുക്ക് വലിയ ആശ്വാസമായിരിക്കും. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതും ആ ഒരു ആശ്വാസം. ഞാൻ മരിച്ച് മണ്ണോട് ചേർന്നാലും എന്നെ ഓർത്ത് കണ്ണീരൊലിപ്പിക്കുന്ന, ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എനിക്കുണ്ടാവണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അല്ലാഹു അങ്ങനെയുള്ള മക്കളിൽ നമ്മുടെ മക്കൾ അല്ലാഹു ഉൾപ്പെടുത്തിയിരിക്കുമാറാകട്ടെ. നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ സകല കർമ്മങ്ങളും എല്ലാം പോയി, എല്ലാം മുറിഞ്ഞു പോയി. ഇല്ലാ മിൻ സലാത്ത്, 3 കാര്യങ്ങൾ ഒഴികെ. ഒന്ന് പറഞ്ഞു സ്വതഖത്തുൻ ജാരിയ, ജാരിയായ സ്വതഖ, എന്നെന്നും നിലനിൽക്കുന്ന സ്വതഖ. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമാകുന്ന അറിവ്. മൂന്നാമത് പറഞ്ഞത് ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുന്ന മക്കൾ. പാപ്പാന്റെ മയ്യത്ത് പള്ളിയുടെ മിഹ്റാബിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുമ്പോ കണ്ണീരൊലിപ്പിച്ച് ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാകണമെങ്കിൽ ആ മക്കൾക്ക് തീരെ പകർന്നു കൊടുക്കണം. നാളെ നമ്മൾ മരിച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞാലും ആ മകൻ നമ്മുടെ ഖബറിൽ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ആ മകന് നമ്മൾ ദീനുണ്ടായി കൊടുക്കണം. അപ്പോഴേ ആ നിലക്കുള്ളൊരു മക്കളെ നമുക്ക് ലഭിക്കുള്ളൂ. അതിന് പ്രിയമുള്ളവരെ
നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കണ്ടെത്തി നമ്മൾ ചേർന്ന് നല്ല മദ്രസകൾ നമ്മുടെ മക്കളെ നമ്മൾ ചേർക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാർ, നമ്മുടെ ഈ മഹല്ലിന് കീഴിലുള്ള നമ്മുടെ മദ്രസയുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ജൂൺ 14-ാം തീയതി പ്രവേശനോത്സവത്തോടുകൂടി നമ്മുടെ മദ്രസ ഇൻഷാ അല്ലാഹ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ശ്രദ്ധയും സഹകരണങ്ങളൊക്കെ ആ ഒരു വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകരും പള്ളിയിലെ കമ്മിറ്റി മാത്രമല്ല, മദ്രസ കമ്മിറ്റി മാത്രമല്ല അതിന്റെ ഉത്തരവാദിത്വം. നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ആ ഒരു മദ്രസയുടെ ഉത്തരവാദിത്വമുണ്ട് എന്ന ബോധത്തിൽ നമ്മളൊക്കെ എല്ലാവരും ഇടപെടണമെന്ന് ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പരലോക ചിന്തയുമായി മുന്നോട്ട് പോകുന്ന നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് നമ്മുടെ മക്കൾക്കും അല്ലാഹു ദീനനുസരിച്ച് ജീവിക്കുന്ന, ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നല്ല വിശ്വാസികൾ അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ